ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഫാമിൽ നിന്ന് ഒരാളെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ജാനുവിനെ. അപ്പോൾ നമ്മൾ 2-3 ആഴ്ച മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ജാനുവിനെ തുമ്പിനെ കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം നമ്മൾ ജാനുവിനെ കൊടുത്തിട്ടുണ്ട്. ജാനുവിനെ വാങ്ങിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ഫാമിലേക്കാണ്. ഒരുപാട് ആൾക്കാർ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പാലക്കാട്, അതുപോലെ തന്നെ തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, ഒരുപാട് ജില്ലയിൽ നിന്ന് അത്യാവശ്യം നല്ല വിലകളൊക്കെയാണ്. അത്യാവശ്യം നമുക്ക് മാന്യമായ എല്ലാവരും പാലക്കാട് നിന്നാണെന്നുണ്ടെങ്കിലും കണ്ണൂർ നിന്നാണെന്നുണ്ടെങ്കിലും കാസർഗോഡ്, അതുപോലെ മലപ്പുറം, കോട്ടയം, ഇതൊക്കെ അത്യാവശ്യം നല്ല മാന്യമായ വിലകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ. നമുക്ക് അതിൽ വന്ന് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഓഫറിന് നമുക്ക് കിട്ടിയവർക്ക് ഞാൻ കൊടുത്തു. നമുക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആർക്കും കൊടുക്കണമെന്നില്ല. നമുക്ക് കുറച്ച് പൈസ ആരാണോ ആദ്യം ഓഫർ ചെയ്യുന്നത് അങ്ങനെ കൊടുക്കണം എന്ന് തന്നെയുള്ളൂ. അപ്പോൾ അങ്ങനെ അതിലേറ്റവും ബെസ്റ്റ് പ്രൈസിന് തന്നെയാണ് നമ്മൾ ജാനുവിനെ കൊടുത്തത്. പിന്നെ ഇനിയിപ്പം തുമ്പിയാണ് ഇവിടെ, അങ്ങനെ പെട്ടെന്ന് ഇനിയിപ്പോൾ അർജൻറ്റായിട്ട് നമുക്ക് കൊടുക്കണമെന്നൊന്നുമില്ല. ഇനി 1 മാസം കൂടെ ഉണ്ട് സമയം പ്രസവിക്കാനായിട്ട്. എനിക്കൊന്ന് ജനുവരി ലാസ്റ്റൊക്കെ ആയിരിക്കും മിക്കവാറും ഇവിടെ ഡെലിവറി വരുന്നത്. അപ്പോൾ അന്നേരത്തേക്ക് പ്രസവം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പ്രസവിക്കട്ടെ, കുഞ്ഞിനെ കണ്ടിട്ട് കൊടുക്കാമെന്നൊക്കെയാണ് ഞാനിപ്പം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അധികം ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഞാൻ എന്തായാലും ഇവിടെ പ്രസവം കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്ന വില കിട്ടില്ലെങ്കിൽ പിന്നെ കൊടുക്കത്തില്ല കേട്ടോ, അത് രണ്ടാമത്തെ കാര്യം. നമ്മൾ പറയുന്ന വിലയിലാണെങ്കിലും വാങ്ങാൻ തയ്യാറാണെങ്കിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തുക. അല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാനൊന്നുമില്ല. ആകെ ഇനി ഇവിടെ കൂടെ ഉള്ളു കൊടുക്കാൻ. മറ്റവരൊക്കെ ഇടക്കറയാണ്. അപ്പോൾ അമ്മ ആണെന്നുണ്ടെങ്കിലും കാത്തു ആണെന്നുണ്ടെങ്കിൽ കാത്തു ഇപ്പം 6ാമത്തെ മാസം ചനയാണ്. അമ്മ ഇപ്പം പ്രസവിച്ചിട്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. കുത്തിവെച്ചിട്ടുണ്ട്. ഇപ്പം ഹീറ്റ് കാണിച്ചായിരുന്നു. 2 പേർക്കും HF തന്നെയാണ് കുത്തിവെച്ചിട്ടുള്ളത്. ചന അവിടെ കൺഫേം ആണ്. ഇവിടെ ഇപ്പം 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പം കുത്തിവെച്ചതേ ഉള്ളൂ. അപ്പം കൺഫേം ആയിട്ട് ഇല്ല. അതുപോലെ നമ്മൾ ജാനു കൊടുക്കാനിട്ടപ്പം വില പറഞ്ഞതിൽ ഏറ്റവും അടുത്ത് കിടക്കുന്നത്, എൻ്റെ സ്ഥലം കൊല്ലം ജില്ല കരുനാഗപ്പള്ളിയാണ്, നമ്മുടെ അടുത്ത് കിടക്കുന്ന സ്ഥലക്കാർക്കാണ് ഭയങ്കര വണ്ടിക്കൂലി, ഭയങ്കര ബുദ്ധിമുട്ട്. പശുക്കൾക്ക് അത്രയും എന്താ പറയുക, ഭയങ്കരമായിട്ട് വില കുറച്ച് പറയുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അടുത്ത് കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം, ചവറ, അങ്ങനെ കുറച്ച് ഭാഗത്തുള്ളവർക്കൊക്കെയാണ് വളരെ കുറച്ച് പശുക്കളൊക്കെ കിട്ടുന്നത്. പക്ഷേ കൊല്ലം ജില്ലയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴ ആണെന്നുണ്ടെങ്കിലും ട്രിവാൻഡ്രം ആണെന്നുണ്ടെങ്കിലും, ട്രിവാൻഡ്രത്തേക്ക് ചില ഭാഗത്തൊക്കെ കൊല്ലം ബോർഡറിലൊക്കെ ഈ ഒരു സ്വഭാവമുണ്ട്. ട്രിവാൻഡ്രം ആണെന്നുണ്ടെങ്കിലും പിന്നെ കോട്ടയം, പിന്നെ അങ്ങോട്ടെല്ലാം കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം എത്ര ലോങ് ആണെങ്കിൽ പോലും ഇതിനെക്കാട്ടിയൊക്കെ നല്ല ബെസ്റ്റ് പ്രൈസ് പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ 2 എണ്ണത്തിലൂടെ വേണമെന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് ഒരെണ്ണമാണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ അതിനായിട്ട് കൂടുതൽ വില ഓഫർ ചെയ്തപ്പോൾ നമ്മൾ കൊടുത്തു. അതുകൊണ്ടാണ് നമ്മളെന്തായാലും നമുക്ക് കൊടുക്കാൻ വേറെ ഒരുപാടില്ലല്ലോ. അപ്പോൾ 1000 ആയാലും 2000 ആയാലും കുറച്ച് പൈസ ഓഫർ ചെയ്ത് ആരാണോ അവർക്ക് തന്നെയാണ് കൊടുത്തത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ സെയിലിട്ടതിൻ്റെ അടുത്ത ദിവസം തന്നെ കൊടുക്കണമെന്നൊരു ഉദ്ദേശമില്ല. എന്തായാലും ഇവിടെ പ്രസവിച്ചിട്ട് തന്നെ കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും 1 മാസം ഉണ്ട്. അങ്ങനെ 1 മാസം നിർത്തണമെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവരുടെ കൂടെ തന്നെ പോയിക്കോളൂ. ഓൾറെഡി നമുക്കൊരു 4-5 പശുക്കളുണ്ട്, 6 പശുക്കളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോയിക്കോളൂ. പിന്നെ ബാക്കി നമുക്കൊരു 3 കിടാക്കളുണ്ട്, അവരോടെ കാണാം. ഇവിടെയാണ് നമ്മുടെ കിടാക്കള്. ഇത് ഇവിടെ NDDBയുടെ 40-125 നമ്മുടെ ദേവസേന കുത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. ചാന കൺഫേം ആയിട്ട് ഞാൻ പറയാം. കുത്തിവെച്ചിട്ട് NDDB കുളിച്ച് വെച്ചപ്പാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ തുമ്പിയുടെ മോള്, കൊച്ചു തുമ്പി. ഇവിടെ NDDBയുടെ തന്നെ 40-116 ഇവിടെ കുത്തിവെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ നാളായി നമ്മുടെ കല്ലുവിനെ കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. കല്ലുവിന് ഒരു കാര്യം ഇടയ്ക്ക് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു 4-5 മാസം വരെ ഇവർക്ക് ആദ്യത്തിൽ ചനയാണെന്ന് വെച്ചിട്ടിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 5 മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തപ്പം ചനയില്ലായിരുന്നു. ഞാനത് 1 മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ വിട്ടുപോയി. വേറെ ഒന്നുമല്ല, കുത്തിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം കിടാവല്ലേന്ന് വെച്ചിട്ട് നമ്മൾ ചനയുണ്ടെന്ന് ഉറപ്പിച്ചു. പക്ഷേ ഒരു 4 മാസം 5 മാസം വരെ കഴിഞ്ഞിട്ടോ എനിക്കൊരു സംശയം തോന്നി ചെക്ക് ചെയ്തപ്പോഴാണ് ചനയില്ലയെന്ന് മനസ്സിലായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹീറ്റ് കാണിച്ചു, പിന്നെ കുത്തിവെച്ചു, പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചു. ഇപ്പം നിലയിൽ ഇവിടെ ഒരു 4 മാസം ആയതേ ഉള്ളൂ. അല്ലെങ്കിൽ എന്നെ പ്രസവിക്കുന്ന സമയം കഴിഞ്ഞായിരുന്നു. അപ്പോൾ എന്നെ കുറേ ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട്, കല്ലുവിന് കൊടുത്തിട്ടുണ്ടോ, കല്ലുവിൻ്റെ അപ്ഡേറ്റ്സും കാണുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇടയ്ക്കോടെ കാര്യങ്ങളൊന്നും പറയാൻ, എന്തായാലും ഉറപ്പിച്ചിട്ട് പിന്നെ പറയാമെന്ന് വെച്ചു. ഇപ്പോൾ അവൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ആളായിട്ടുണ്ട്. പിന്നെ ഒരു 5-6 മാസത്തിനുള്ളിൽ ഡെലിവറി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6 മാസം കഴിഞ്ഞിട്ടുണ്ട്, 4 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.